എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഓർമ്മിക്കുക, 1185 പോളണ്ടിൽ സിലേഷ്യയിലെ പ്രസ്ലോവിനടുത്തുള്ള ലെങ്ക കൊട്ടാരത്തിൽ കുലീന കുടുംബാംഗമായി ജനിച്ച ഹൈസിഡസ് പിന്നീട് വലിയൊരു വിശുദ്ധനായി മാറി. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലും മരണപ്പെട്ടതിനു ശേഷവും ധാരാളം അത്ഭുതങ്ങൾ ഈ വിശുദ്ധന്റെ നാമത്തിൽ നടന്നിട്ടുണ്ട്. പോളണ്ടിൽ കൊസീലിക്സിലെ ക്ലെമന്റീന എന്ന വനിത വിശുദ്ധ മാർഗരറ്റിന്റെ തിരുനാൾ ദിനം തന്റെ സേവകരോട് സുവിശേഷം പ്രസംഗിക്കാൻ ഫാദർ ഹൈസിഡിസിനെ ക്ഷണിക്കുവാൻ നിർദ്ദേശിച്ചു. തിരുനാൾ തലേ ദിവസം സ്ഥലത്തെത്തിയ ഫാദർ ഹൈസിഡസ് വളരെ ദാരുണമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. ആ വില്ലേജിലെ കൃഷികളെല്ലാം കൊടുങ്കാറ്റും പേമാരിയും മൂലം പാടെ നശിച്ചു. കർഷകരുടെ ദുരിതങ്ങൾ നിറകണ്ണുകളോടെയാണ് ഫാദർ ഹൈസിഡസ് കണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ജനങ്ങളെ എങ്ങനെയും സഹായിക്കണമെന്ന് അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചു. നശിച്ചുപോയ കൃഷിയിടങ്ങളും പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ദുരവസ്ഥയും, എങ്ങനെയും ഈ ജനങ്ങളെ രക്ഷിക്കണമെന്നും അതിന് ദൈവമഹത്വം അവിടെ വെളിപ്പെടേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ദൈവപിതാവിന്റെ കരുതുന്ന സ്നേഹത്തെയും പരിപാലനയെയും വിളിച്ചാൽ ഓടിയെത്തുന്ന പിതൃവാത്സല്യത്തെക്കുറിച്ചും ഫാദർ ഹൈസിഡസ് വില്ലേജിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. ആ രാത്രി മുഴുവൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ജനങ്ങളോട് നിർദ്ദേശിച്ചു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ജനങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് കൃഷിയിടങ്ങളെല്ലാം പൂർവാധികം കരുത്തോടും ഉണർവോടും കൂടി കാണപ്പെട്ടു. ജനമെല്ലാം ആനന്ദ നൃത്തമാടി ദൈവത്തെ സ്തുതിച്ചു. തന്മൂലം ആ വില്ലേജിലെ ആത്മാക്കളെയെല്ലാം ക്രിസ്തുവിനു വേണ്ടി നേടിയെടുക്കുവാൻ സാധിച്ചു. തദവസരത്തിൽ അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചു. ഹൈസിഡസ് മെത്രാൻ ഒരിക്കൽ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയ വേളയിൽ കർദിനാൾ സ്റ്റീഫന്റെ സഹോദരപുത്രൻ നെപ്പോളിയൻ അപകടത്തിൽപ്പെട്ട് ശരീരം മുഴുവൻ തകർന്ന് അവയവങ്ങൾ പലതും വേർപെട്ട് മരിച്ചു. അവിടെ വെച്ച് വിശുദ്ധ ഡൊമിനിക് പ്രാർത്ഥിച്ചു. വേർപെട്ടുപോയ അവയവങ്ങൾ കൂടിച്ചേർന്ന് മരണപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ഹൈസിഡസ് മെത്രാൻ നേരിൽ കണ്ടു. അതിനുശേഷം ഹൈസിഡസ് മെത്രാന്റെ ജീവിതത്തിലും ഇതുപോലുള്ള ധാരാളം അത്ഭുതങ്ങൾക്ക് ദൈവം ഇട നൽകിയിട്ടുണ്ട്. നമുക്കും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് അസാധ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാം. ജീവിതം തന്ന ദേവാ
ദേവാ